ഹലോ ഡേരെ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരുന്നു കേട്ടോ. അമ്പാടി കണ്ണനും അപ്പൂന് ഇന്നാണ് കേട്ടോ ജൂൺ 2 ക്ലാസ് തുടങ്ങിയത്. അമ്പാടി LKG UKG എൻ്റെ ആദ്യമായിട്ടാണ് ഈ യൂണിഫോം പറഞ്ഞത്. അപ്പൂസിനെ എനിക്ക് വളരെ പാവം തോന്നുന്നുണ്ട് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ പേരൻസ് ഞാൻ അന്നലെയൊക്കെ ഞാൻ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവർ അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ തുള്ളി കളിച്ച് പറഞ്ഞു ഉണ്ണിയോൾ നാളെ സ്കൂളിൽ പോവേ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇവർ രണ്ടാൾ സ്കൂളിൽ പോകണോണ്ട്. സ്കൂളിൽ പോകാതെ ഇരുത്താനും പറ്റില്ല. വെക്കേഷൻ ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ പോകുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഇനി സ്കൂൾ കഴിഞ്ഞ് വരെ ഞാൻ വളരെ ഗ്ലൂമി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാനും ഒപ്പം സ്കൂളിൽ പോകുന്ന അപ്പോൾ ഇവർ സ്കൂൾ ബസ്സിലായിട്ട് കയറ്റിയാണ്. ഞാൻ പിന്നാലെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നാലെ ബസ്സിനൊന്നല്ല കേട്ടോ, നമ്മുടെ കണ്ണുമോൻ, അതായത് പാപ്പൻ്റെ പെരക്കിടാവ് പോകുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ തന്നെ പോകാമെന്ന് വെച്ചാൽ അവൻ വരുന്നുണ്ടോ എന്നാണ്ട് ഇവർ എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അവനില്ലാന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ കറക്റ്റ് നേരത്തിന് തന്നെ ബസ് വന്നിട്ട് നമ്മൾ ഇത്തിരി നേരത്തെ ഉണ്ടെന്ന് ചെന്നത്. ഞാൻ ആദ്യത്തെ ദിവസം എപ്പോൾ ബസ് വരും നമുക്ക് ഒരു വിധം അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ 8:03 പണ്ടത്തെ ടൈമിൽ ഞാൻ ബസ് ഇപ്പോഴും വന്നത്. അങ്ങനെ ബസ് കയറ്റി പോയപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ അവർ വരുന്നതിൻ്റെ അപ്പം തന്നെ അവരെ കൂടെ പോയി നേരത്തെ തന്നെ സ്കൂളിലെത്തി. സ്കൂൾ ബസ് ഞാൻ എത്തിന് ശേഷമായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ പിള്ളേരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഐ ലവ് യു ഡോൺ ബോസ്കോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പാടിനെ ക്ലാസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ അപ്പൂനാക്കാൻ പോയത്. അപ്പൂൻ്റെ ക്ലാസ്സായിരുന്നു ആദ്യം കേട്ടോ. അപ്പു 3rഡിലാണ്, അമ്പാടി കണ്ണൻ 1ലേക്കായി. അങ്ങനെ സ്കൂൾ ഇപ്രാവശ്യം റിനോവേഷനൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കാണൻ്റെ അപ്പൂൻ്റെ ക്ലാസ് മുകളിലാണ് കേട്ടോ. രണ്ടുപേരും മുകളിലാണ്. ഞാൻ ഉണ്ണിനെ വിളിച്ച് നോക്കിക്കോളോട്ടോ എന്നൊക്കെ എന്നിട്ട് അപ്പൂനെ ഏൽപ്പിച്ചിട്ടാ. കാരണം അപ്പൂന് കൂട്ടാന്ന് പറയുന്നത് എപ്പോഴും അമ്പാടിൻ്റെ കൂടെ തന്നെ ആയിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവരെന്നെ അസംബ്ലിക്ക് കൊണ്ടുവന്ന് ഉദ്ഘാടനം പോലെ നമുക്ക് റിബണൊക്കെ മുറിക്കാനുണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞ് ഇവരെന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവർക്ക് ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുള്ളൂ. അമ്പാടിക്കാണൻ പോകണ്ട. അപ്പോൾ സത്യം കന്ന് പറഞ്ഞു കേട്ടോ. അതാണ് വിശേഷം.